ഹായ്, ശുഭദിനം. അപ്പോഴേ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ടല്ല വരാതിരുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കലൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും വരാത്തത്. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, എന്നെ കാണിക്കാൻ തന്നെയാണ്. എനിക്ക് വേണ്ടി പോകേണ്ടി വന്നു. പോയിട്ട് വന്നു. ഇച്ചിരി പണികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ താമസിക്കും. എന്നാലും നിങ്ങളോട് സമാധാനമായിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് സമാധാനമായിട്ട് വന്നതിന് സംസാരിക്കാമല്ലോ എന്ന് കരുതി. എന്താ ഊണ് കഴിഞ്ഞിട്ടുള്ള മയക്കവും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചൂടുള്ള ചായയും കടിയും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ മഴ ആസ്വദിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അല്ലാന്നാർക്കും പറയാൻ കഴിയില്ലല്ലോ അല്ലേ? ഒരുപാട് നാളത്തെ ചൂടിന് ശേഷം ഒരു ചെറിയ ശമനം. അപ്പോൾ ഒരു ചെറുകടിയും ചൂട് ചായയുമായിട്ട് നമ്മളിങ്ങനെ വരാന്തയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനെക്കുറിച്ചും മഴയെ നോക്കി ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? സൂക്ഷിക്കുക. പെൺമക്കളെ മറ്റൊരുത്തന് കെട്ടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം കെട്ടിച്ചു കൊടുക്കാൻ. കാരണം എന്താണെന്നറിയാമോ? പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള സ്വഭാവമായിരിക്കില്ല ഇവർക്ക് വിവാഹശേഷം പെരുമാറുന്നത്. മനസ്സിലായില്ലേ? പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള സ്വഭാവം ആയിരിക്കില്ല വരുന്ന ചെറുക്കനും വീട്ടുകാരും പിന്നെ വിവാഹശേഷം കാണിക്കുക. അപ്പോൾ അവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു പരീക്ഷണാവസ്ഥ ആരാ? സ്വന്തം പെൺകുട്ടികളെ തന്നെ. അല്ല, ആൺപിള്ളേർക്ക് ഇതൊന്നും ഏറ്റെടുക്കേണ്ടി വരില്ല. കാരണം അവരെ വീട്ടിലവർക്ക് അങ്ങനെ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരുമോ? സ്വന്തം വീട്ടിൽ ഇല്ല. ആരെയും അറിഞ്ഞൂടാതെ ചെന്ന് കയറുന്ന പെൺകുട്ടികൾക്കാണല്ലോ എന്ന് ബുദ്ധിമുട്ടുകൾ. അങ്ങനെയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചയക്കാൻ. ബാധ്യത തീർക്കാൻ എന്ന് പറഞ്ഞ് ആരാൻ്റെ അറിഞ്ഞൂടാത്തവരെ തലയിലൊന്നും കൊണ്ടുവന്നിട്ട് കുടുംബത്തിലോട്ട് കയറ്റി വിട്ടിട്ട് പോകും. പിന്നെ കണ്ണീരും കയ്യുമായിട്ടിട്ട് ഒരു കാര്യവുമില്ല. അപ്പോഴേ ഇന്നത്തേക്കിത് പോരെ. എന്നെ ചീത്ത വിളിക്കാനൊന്നും ഒത്തിരും വരണ്ട. ഒരുപാട് കാര്യങ്ങളുണ്ടിങ്ങനെ. നമ്മൾ ഈ ചൂട് ചായയും ചെറുകടിയുമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ, വൈകുന്നേരങ്ങളിലിരിക്കുമ്പോൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഒന്നായിരിക്കും ഇത്. മറ്റ് പലതും ഞാൻ അപ്പോഴപ്പോഴാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കൂ. ഇന്നത്തെ സായാഹ്നം നന്നായിരിക്കട്ടെ.